കൊച്ചിയുടെ തിരക്കിൽ നിന്നും മാറി സമാധാനം കിട്ടുന്നതും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേയുമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട്ടിൽ നിന്ന് രാവിലെ 7 മണിക്കാണ് യാത്ര തുടങ്ങിയത്. തൊടുപുഴ മുട്ടം കാഞ്ഞാർ വഴി പുള്ളിക്കാനമാണ് ആദ്യത്തെ ലക്ഷ്യം. മുന്നോട്ട് പോയപ്പോൾ വഴിയോരത്തെ ചെറു ഗ്രാമങ്ങളും ചായക്കടകളും മഴയിൽ പെയ്തൊഴുകുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒരുപാട് വൈബ് തന്നു. നാട്ടിൻപ്രദേശത്തെ ജനങ്ങളും നാട്ടിൻപുറത്തിന്റെ ലളിതമായ ജീവിതവും ഒട്ടും തന്നെ തിരക്കില്ലാത്ത വഴികളും യാത്രയും വേറിട്ടൊരു അനുഭവമാക്കി. കാഞ്ഞാറിന് ശേഷം കയറിപ്പോകുന്ന പുള്ളിക്കാനം റൂട്ടാണ് ഏറ്റവും മനോഹരം. വഴിയോരത്ത് നിന്ന് നോക്കുമ്പോൾ മലനിരകളും മേഘങ്ങളിൽ മറഞ്ഞുപോകുന്ന കുന്നുകളും ഇടയ്ക്കിടയ്ക്ക് വിശാലമായ വ്യൂ പോയിന്റുകളും കാണാം. പുള്ളിക്കാനം പോകുമ്പോൾ എടുത്തു പറയേണ്ടതും പേര് പോലും അറിയാത്ത ഒരു വ്യൂ പോയിന്റാണ് ചാത്തമ്പാറ. ഇവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി ഡാമിന്റെ ഭാഗമായ കുളമാവ് അണക്കെട്ടിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മൂലമറ്റത്തെ പവർ ഹൗസും നോക്കത്താ ദൂരത്ത് മലനിരകളും കാണാം. എടുത്തു പറയേണ്ട കാര്യം ഇതൊരു അപകട മേഖല കൂടിയാണ്. 11 പേരാണ് ഇവിടെ നിന്നും താഴേക്ക് പതിച്ചത്. അതിൽ 4 പേര് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഈ ഒരു വ്യൂ പോയിന്റും കഴിഞ്ഞാൽ പിന്നെ തേയിലത്തോട്ടങ്ങൾ പരന്നു കിടക്കുന്ന പച്ചപ്പിന്റെ കരകൗശലം കാണാൻ സാധിക്കും. അതാണ് പുള്ളിക്കാനം. ഇവിടുത്തെ പ്രത്യേകത എസ് വളം എന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മലകളും താഴ്വരകളും ചേർന്ന മനോഹരമായ കാഴ്ചകളും അങ്ങകലെയായി ഇല്ലിക്കൽ കല്ല് വരെ കാണാൻ സാധിക്കും. പുള്ളിക്കാനത്ത് വന്നാൽ വാഗമണിലെ തിരക്കിലേക്ക് പോകാതെ പുള്ളിക്കാനത്ത് തന്നെ സ്റ്റേ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോം സ്റ്റേ നിങ്ങൾക്ക് ഉപകാരപ്പെടും. 2 BHK ആൻഡ് 1 BHKയുടെ 2 പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതിൽ 1 BHK വെറും 2500 മുതൽ 3500 വരെയാണ് റേറ്റ് വരുന്നത്. അതും ഒരു ഫാമിലിയൊക്കെ വന്നാൽ സുഖമായിട്ട് സ്വന്തം വീട് പോലെ താമസിക്കാം. കാരണം ബെഡ്റൂം, ഹാൾ, കിച്ചൺ, സോഫ, TV അങ്ങനെ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. കൂടാതെ ഈ കാണുന്ന 2 BHK പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നതെങ്കിൽ 5000 മുതൽ 7000 വരെയാണ് പ്രൈസ് വരുന്നത്. 2-3 ഫാമിലിക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഉഗ്രം പ്രോപ്പർട്ടിയാണിത്. ഈ 2 പ്രോപ്പർട്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും വ്യൂവും നല്ല തണുപ്പുള്ള സമയത്ത് ഇവിടെ ഫുൾ കോടയും ആയിരിക്കും. തികച്ചും സമാധാനം മാത്രം കിട്ടുന്ന കിടുക്കാച്ചി സ്ഥലമാണിത്. പുള്ളിക്കാനം പിന്നിട്ടിറങ്ങി വന്നാൽ എത്തുന്നത് മലനിരകളാലും മേഘങ്ങളാലും ചുറ്റപ്പെട്ട വാഗമൺ ടൗൺ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമൺ. ഇടുക്കിയും കോട്ടയവും അതിർത്തി പങ്കിടുന്ന സ്ഥലം കൂടിയാണിത്. ടൗണിലെ പ്രധാന ആകർഷണം ബോട്ടിംഗ് സൗകര്യമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ചെറിയ എൻട്രി ഫീസ് കൊടുത്ത് ബോട്ട് യാത്ര ആസ്വദിക്കാം. കൂടാതെ അഡ്വഞ്ചർ പാർക്കും പൈൻ ഫോറസ്റ്റും ജീപ്പ് സഫാരി, മൊട്ടക്കുന്ന് എല്ലാം വാഗമണിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം കേട്ടോ. കൊച്ചി മുതൽ വാഗമൺ വരെ ഗ്രാമീണ ജീവിതവും വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും മലനിരകളും എല്ലാം കൂടി ഒരു യാത്രക്കാരന്റെ മനസ്സിൽ എന്നും ഓർമ്മയായി നിൽക്കുന്ന ഒരു റോഡ് ട്രിപ്പാണ് ഈ ഒരു റൂട്ട്.